I am going to make a confession. നിങ്ങളുടെ ക്രിപ്റ്റോ എവിടെയും സേഫ് അല്ല. യെസ്, ദർ ഇസ് നോ സേഫ് ഹാവൻ ഫോർ യു ക്രിപ്റ്റോ. വെസറെക്സും ബൈനാൻസും ബൈബിറ്റും എല്ലാം കണക്കന്നെ. റീസെന്റ് ഇൻവെസ്റ്ററും ബില്ലനറുമായ മാർക്ക് ക്യൂബന്റെ 7.5 കോടി രൂപ വില വരുന്ന ക്രിപ്റ്റോ ആണ് നഷ്ടമായത്. ബിക്കോസ് ഹിസ് പ്രൈവറ്റ് കീ വാസ് ഓൺ ദി ഇന്റർനെറ്റ്. പ്രൈവറ്റ് കീയോ? പോരൊക്കെ 2022 FTXന്റെ ക്രാഷിന് ശേഷം അവർക്ക് നഷ്ടമായത് 8.9 ബില്യൺ വർത്ത് ഓഫ് ക്രിപ്റ്റോസ് ആണ്. ഒരുപാട് കസ്റ്റമേഴ്സും വളരെ പോപ്പുലർ ആയിട്ടുള്ള ടോം ബാഡി, കിവിനോ ലാരി, ക്രിപ്റ്റോ കിങ് അങ്ങനെ നീളുന്ന ഒരുപാട് കസ്റ്റമേഴ്സിന്റെയും യൂസേഴ്സിന്റെയും കോടിക്കണക്കിന് വില വരുന്ന ക്രിപ്റ്റോ ആണ് നഷ്ടമായത്. സത്യം പറഞ്ഞ നമ്മുടെ വീഡിയോ കാണാത്തോണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചത്. Well, I'm gonna show you something that will help to keep your crypto safe and secure forever. Here is a magic box. ഈ വീഡിയോ മുഴുവൻ കാണുന്ന 2 പേർക്ക് സമ്മാനമായി ഈ മാജിക് ബോക്സ് നമ്മൾ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. So watch till the end and please subscribe the channel and support us. Watch this video if you are an investor, trader, crypto enthusiast or ഒരു സാധാരണ മലയാളി who wants to secure his crypto forever. This is Mirzad and you're watching Crypto Tribe. നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധവുമില്ല. വെൽ, ലൈക്ക് ദേ സേ, പ്രിക്കോഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂറിംഗ്. ഈ രോഗം വന്ന് ചികിത്സിക്കാൻ പോകുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാണ്. നേരത്തെ ആരോ ചോദിച്ച പോലെ എന്താണ് പ്രൈവറ്റ് കീ, എന്താണ് പബ്ലിക് കീ, എന്താണ് ഹോട്ട് വാലറ്റ്, എന്താണ് കോൾഡ് വാലറ്റ്. വെൽ, നമുക്ക് എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് കാണും, അതിനൊരു ബാങ്ക് അക്കൗണ്ട് നമ്പറും കാണും. ക്രിപ്റ്റോയുടെ കേസിലേക്ക് വരുമ്പോൾ ഈ അക്കൗണ്ട് നമ്പർ ആണ് പബ്ലിക് അഡ്രസ്. അതായത് ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അക്കൗണ്ട് നമ്പർ ഉപയോഗിക്കുന്ന പോലെ ക്രിപ്റ്റോയുടെ കേസിൽ നമ്മൾ പബ്ലിക് കീ ഉപയോഗിക്കുന്നു. ഇറ്റ് ഇസ് an alphanumeric string that act as an address to receive cryptocurrencies. Now, private key. Well, private key is like നമ്മുടെ ATM കാർഡിന്റെ പിന്ന് പോലെ. It should be private. ഈ വീഡിയോയിൽ മുഴുവൻ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ പ്രൈവറ്റ് കീ സേഫ് ആക്കി വെക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഒരു പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് പബ്ലിക് കീ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് through a mathematical process called asymmetric cryptography. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നാ പിന്നെ പബ്ലിക് കീ വെച്ചുകൊണ്ട് പ്രൈവറ്റ് കീ ഉണ്ടാക്കാലോ. Well, the answer is no. Because the relationship between private key and public key is one way. You can derive the public key from a private key, but you cannot determine a private key from a public key. ഇനിയാണ് നമ്മുടെ പ്രൈവറ്റ് കീ എവിടെയാണ് സേഫ് എന്നും എവിടെയാണ് സേഫ് അല്ലാത്തതെന്നും പറയാൻ പോകുന്നത്. ഇവിടെയാണ് ക്രിപ്റ്റോ വാലറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. So there are 2 types of crypto wallets, that is hot wallet and cold wallet. Let's take a look at hot wallets. ഈ ഹോട്ട് വാലറ്റ്സ് എപ്പോഴും ഇന്റർനെറ്റുമായി കണക്റ്റഡ് ആയിരിക്കും ത്രൂ എ വെബ് സർവീസ് ഓർ എ മൊബൈൽ ആപ്ലിക്കേഷൻസ് ലൈക്ക് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് വാലറ്റുകളോ ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകളായിട്ടുള്ള മെറ്റാമാസ്കും ട്രസ്റ്റ് വാലറ്റും ഒക്കെ പോലെ. ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വേഗം പഠിച്ചെടുക്കാനും പറ്റും. ഡേ ടു ഡേ ട്രാൻസാക്ഷന് വളരെ ഹെൽപ്ഫുൾ ആണെങ്കിൽ കൂടി ഇന്റർനെറ്റുമായിട്ടുള്ള കണക്ഷൻസ് ഇതിന്റെ സെക്യൂരിറ്റിക്ക് തന്നെ ഒരു ഭീഷണിയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്ക് ചെയ്യപ്പെടാനും ഓൺലൈൻ ത്രട്ടുകൾക്കും ഒരുപാട് സാധ്യതകളുണ്ട്. ഈ FTX സംഭവിച്ച പോലെ നമ്മൾ അവരെ വിശ്വസിച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്യുകയും അവസാനം FTX പൂട്ടിയപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ആ കാശും പോയി. അതായത് നമ്മുടെ അക്കൗണ്ട് നമ്പറും പിന്നും വേറൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മുടെ കാശ് സേഫ് ആണ് എന്ന് പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം വേറെ ഒന്നുമില്ല. ഈ കളന്റെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് ഇരിക്കുന്ന പോലെ. വൺ മോർ തിങ്, എല്ലാ ഹോട്ട് വാലറ്റ്സിനെയും ഞാൻ അങ്ങനെ അടിച്ചാക്ഷേപിക്കുന്നതല്ല. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് അറിയുന്ന റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് ലേൺ ആൻഡ് ഗ്രോ ടുഗെദർ. നൗ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് കോൾഡ് വാലറ്റ്സ്. Well, cold wallets are crypto wallets. They are not connected to the internet. Well, typically they are physical devices or paper wallets, just like SafePal or Nano. ഇന്റർനെറ്റുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴാണോ ഇതിനെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് അപ്പോഴാണ് ഇതിലേക്ക് ക്രിപ്റ്റോ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. നമ്മൾ എപ്പോഴൊക്കെ ആ കണക്ഷൻ ഇല്ലാതാക്കുന്നു അപ്പോഴൊക്കെ ഇന്റർനെറ്റുമായിട്ട് ഈ ഹാർഡ്വെയർ വാലറ്റ്സിന്റെ കണക്ഷൻ ഇല്ലാതാവും. സോ വിച്ച് മീൻസ് ദേ ആർ സേഫ് ഫ്രം ഓൾ ദ ഓൺലൈൻ ത്രെറ്റ്സ് ആൻഡ് ഹാക്കിംഗ് ആൻഡ് ഓൾ ദ പ്രോബ്ലംസ്. താങ്ക്സ് ടു Brickstreet ഫോർ സെൻഡിങ് മീ ദീസ് വാലറ്റ്സ്. അതുപോലെ ടാൻജം, SafePal ഇവരൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് വാലറ്റ് അയച്ചു തന്നിട്ടുണ്ട്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഡീൽ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ഇതുപോലെയുള്ള ഹാർഡ്വെയർ വാലറ്റുകളാണ്. ബിക്കോസ് നമ്മുടെ പ്രൈവറ്റ് കീ നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഇറ്റ്സ് ലൈക്ക് ഇവൻച്വലി our money is in our hands. So we are giving away 2 of these wallets.
SafePalന്റെയും ലെഡ്ജറിന്റെയും 2 വാലറ്റുകൾ നമ്മൾ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനായും കാണുന്നവർക്കും നമ്മൾ പറയാൻ പോകുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുന്നവർക്കുമായിട്ടായിരിക്കും ഈ ഗിവ് അവേ. ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ ടു നോ മോർ അബൌട്ട് ദ ഗിവ് അവേ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പാർട്ടിസിപ്പേറ്റ്. ഈ ഹാർഡ്വെയർ വാലറ്റിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്റർഫേസും ഇവർക്ക് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ടഫ് ആയിട്ടുള്ള ഒരു ആക്സസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിന്റെ യൂസർ മാനുവൽ വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന സ്റ്റെപ്പുകളേ ഉള്ളൂ. People say that using these hardware wallet is just like a fancy thing to hold and all, but that's not the reality. This one gives you a lot of power over your assets and crypto investments and whatnot. Tangem വളരെ ഫാൻസി ആയിട്ടുള്ള ഒരു പേപ്പർ അല്ലെങ്കിൽ കാർഡ് വാലറ്റ് എന്നൊക്കെ പറയാം. ഇതിൽ 3 കാർഡ്സ് ഉണ്ട്. ഈ 3 കാർഡ്സിൽ ഇതൊന്ന് കാർഡ് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ ഇത് അതിന്റെ പബ്ലിക് കീയും പിന്നെ പ്രൈവറ്റ് കീയും. ദീസ് ആർ NFC കാർഡ്സ്. ബൈ എനി ചാൻസ് നിങ്ങളുടെ ഈ കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ വാലറ്റോ ഡാമേജ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഈ സെക്യൂരിറ്റി റിക്കവറി സീഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. വെൽ, ഹൈലി സെക്യൂർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്ന് മറക്കുകയോ ഇതെങ്ങനെ നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ താടിയും കൈയും വെച്ചിരിക്കുക. ബട്ട് ഇതെല്ലാം വളരെ റയർ ആയിട്ടുള്ള കേസുകളാണ്. ഹൈ വോളിയം ട്രാൻസാക്ഷൻസോ അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റോ ഒക്കെ നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദീസ് ആർ ദ ബെസ്റ്റ് ഓപ്ഷൻസ് യു ക്യാൻ ഡിസൈഡ്. As I said, ഏതൊരു സോഫ്റ്റ്വെയറിനും ഡിവൈസിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഭൂരിഭാഗം ഉത്തരവാദിത്തം നമ്മുടെ കയ്യിലാണ്. ഇറ്റ് ഈസ് ഓൾ അപ് ടു യു ടു കീപ് യുവർ ക്രിപ്റ്റോ സേഫ് ആൻഡ് സെക്യൂർ. ബട്ട് ഈ ഹാർഡ്വെയർ വാലറ്റ്സുകൾ ഒരു പരിധി വരെ ക്രിപ്റ്റോ സെക്യൂർ ആയി സേഫ് ആക്കി വെക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ക്രിപ്റ്റോ കറൻസിയും ഈ ടെക്നോളജിയും ഒക്കെ ഓരോ ദിവസവും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പോരായ്മകളും മിസ്റ്റേക്കുകളും അങ്ങനെ ഒരുപാട് നീളുന്ന പ്രശ്നങ്ങളും ഒക്കെ ഈ ഇൻഡസ്ട്രിക്ക് ഉണ്ട്. ഇതെല്ലാം സോൾവ് ചെയ്തിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you will definitely miss the early boat. So learn first and jump into the crypto industry. Well, we are here to educate you, help you, guide you throughout your crypto journey. Thank you so much for watching. പൊളിച്ചെടുക്കാം. ബട്ട് പ്രിക്കോഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂറിങ്. ഈ രോഗം വരുന്നതിനൊക്കെ മുമ്പേ രോഗം വരാതിരിക്കുന്നതാണ് നല്ലത്. എവിടേക്കൊക്കെയോ പോയി.